സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനുള്ള ആ തയ്യാറെടുപ്പിൽ തന്നെയാണ് കേരളമുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം KPCC കോർ കമ്മിറ്റി അംഗം മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കെ മുരളീധരൻ, ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ശരിക്കും ഒരു സെമി ഫൈനൽ തന്നെയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ സെമി ഫൈനലാണ്. കോൺഗ്രസ് പാർട്ടി ഇലക്ഷൻ തയ്യാറെടുപ്പ് കഴിഞ്ഞു. UDFും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക തലങ്ങളിൽ സീറ്റ് ചർച്ചകൾ പൂർത്തിയായി വരുന്നു. ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനാണ്. 50 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. RSP, കേരള കോൺഗ്രസ് തുടങ്ങിയ CMP തുടങ്ങിയ കക്ഷികളുമായിട്ടുള്ള സീറ്റ് ചർച്ച പൂർത്തിയായി. ഇപ്പോൾ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും JK വിഭാഗത്തിൻ്റെ ചർച്ചയാണ് പൂർത്തിയായത്. ഇനി കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമായുള്ള ചർച്ച ഇന്ന് പൂർത്തിയാക്കും. ഇന്നോ നാളെ ആയിട്ട് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പട്ടിക പുറത്തിറക്കും. തീർച്ചയായും ഒരു വലിയ അതോടൊപ്പം തന്നെ നാളെ മുതൽ 12-ാം തീയതി വരെ 3 മുതൽ 12-ാം തീയതി വരെയുള്ള ഞങ്ങളുടെ വാഹന പ്രചരണ ജാഥയുണ്ട്. 101 വാർഡുകളും ഞങ്ങൾ കവർ ചെയ്യും. തീർച്ചയായും ഈ നല്ല മുതിർന്ന നേതാക്കളടക്കം ഒരു മികച്ച നിരയാണ്. ശ്രീ ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ ഇത്തവണത്തെ ലിസ്റ്റിലുണ്ട്. ഇന്നലെ ചേർന്ന കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. K. ശബരിനാഥ്, ഏറ്റവും സീനിയറായിട്ടുള്ള ജോൺസൺ ജോസഫ് മുതൽ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവ് വരെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റാണ് പുറത്തിറക്കുന്നത്. ഓക്കെ. മറ്റൊരു കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രചരണ ജാഥ അതൊരു ശ്രീ കെ മുരളീധരൻ തന്നെ നയിക്കുന്ന തീർച്ചയായും എല്ലാ 101 വാർഡുകളിലും എന്താണ് UDF അധികാരത്തിൽ വരേണ്ട ആവശ്യകത, കഴിഞ്ഞ വർഷങ്ങളിലെ വികസന മുരടിപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണമാണ് ഈ 3 മുതൽ 12 വരെയുള്ള ദിവസങ്ങൾ നടക്കും. ഓക്കെ. മറ്റൊരു പ്രധാനമാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഈ സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങളുണ്ട്. അപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പല റോഡുകളൊക്കെ കുഴിച്ചിട്ടാകെ നാശമായിരിക്കുകയാണ്. അപ്പോൾ വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന സർക്കാരുകളുമായി ചേർന്നുകൊണ്ട് നഗരത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നഗരസഭയുടെ എല്ലാ വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ചെയ്യും. കാരണം കഴിഞ്ഞ ഏതാണ്ട് 40 വർഷത്തിനിടയിൽ 1 വർഷം മാത്രമാണ് UDFന് മുൻതൂക്കമുള്ളൊരു ഭരണസമിതി ഉണ്ടായത്. ശിവൻ MP പത്മനാഭൻ CMPയിൽ ചേർന്ന് അദ്ദേഹം മേയറായ ആ 1 വർഷം മാത്രമാണ്. അത് ഏതാണ്ട് 93-94 കാലം. അതിനു മുമ്പും ശേഷമൊക്കെ CPMൻ്റെ ഭരണസമിതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ കുറവുകളുടെ ഉത്തരവാദിത്വം CPMനാണ്. ഈ ദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമായിട്ടാണ് ഇറങ്ങാൻ അത് അതിദാരിദ്ര്യമായിട്ടുള്ളവരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പലരുടെയും കയ്യിലുണ്ട്. ഇത് തട്ടിപ്പാണ് സത്യം പറഞ്ഞാൽ. മാത്രമല്ല അതിദരിദ്രർക്ക് വീട് വയ്ക്കാനുള്ള ആ ഫണ്ടിൽ നിന്നാണ് ഇന്നലത്തെ ചടങ്ങിൻ്റെ തുക കണ്ടെത്തിയത്. അപ്പോൾ ദരിദ്രയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് വയ്ക്കുന്ന ഫണ്ടുകളൊക്കെ വകമാറ്റുകയാണ് അതിൻ്റെ പേരിൽ. അത് ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റമാണ്. സത്യം മറച്ചു വെച്ച് പാവങ്ങളെ ദ്രോഹിക്കുകയാണ്. അതാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റ് നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ PM ശ്രീയിലൊക്കെ ഒത്തുതീർപ്പായി ഞങ്ങൾ LDF സജ്ജമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ജനങ്ങളെ അല്ല, PM ശ്രീയിൽ എന്താ ഒപ്പുവെച്ച തന്നെ കേന്ദ്രം സമ്മതിക്കാത്തുള്ളതൊന്നും ആരും കേരളത്തിന് മാറാൻ പറ്റില്ല. അതിൽ യാഥാർത്ഥ്യം. അത് പിണറായിക്ക് അറിയാം, വിനോദ് വിശ്വത്തിനും അറിയാം. ഇത് തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒപ്പുവെച്ച് കഴിഞ്ഞു. ആ ചാപ്റ്റർ ഇനിയിപ്പോൾ അത് റീകൺസിഡർ ചെയ്യാൻ കേന്ദ്രം സമ്മതിക്കില്ല, കേന്ദ്രത്തിൻ്റെ ഒരു രീതി അനുസരിച്ച്. അപ്പോൾ പിന്നെ വളരെ വ്യക്തമായിട്ടുള്ള ചില ധാരണകളിലൂടെ മുന്നേറുകയാണ്. പിന്നെ കോൺഗ്രസിനെ ചീത്ത പറയുക എന്നുള്ള ഒരു അജണ്ട മാത്രമാണ് പിണറായി വിജയനുള്ളത്. ഈ ഇത്തരം വിഷയങ്ങൾ തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തീർച്ചയായും ഈ സർക്കാരിൻ്റെ എല്ലാ വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കോൺഗ്രസിൻ്റെ മൊത്തത്തിൽ കേരളത്തിലുള്ള ഒരു ഏത് തരത്തിലായിരിക്കും ഒരു പ്രചരണം ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ചുമതലയ്ക്ക് എന്നതിനപ്പുറം മൊത്തത്തിൽ കേരളത്തിൽ പിന്നെ ഭൂരിപക്ഷം ലോക്കൽ ബോഡികളും UDF അധികാരത്തിൽ വരിക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതനുസരിച്ച് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് ഞങ്ങൾ നടത്തുന്നത്. ഓക്കെ. ഇതിനൊപ്പം തന്നെ വലിയ പ്രചരണത്തിലേക്ക് പോകുന്നത് കേരളം വികസനത്തിൻ്റെ ഒരു വലിയ പന്ഥാവിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് കേരളം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മറ്റു പല സംസ്ഥാനങ്ങളുടെ വികസനം നോക്കിയാൽ കേരളം വളരെ പുറകിലാണ്. അപ്പോൾ ദേശീയപാത തന്നെ ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അതൊക്കെ പൂർത്തീകരിച്ച് ഉദ്ഘാടനമൊക്കെ നടന്നു കഴിഞ്ഞു.
നമ്മളിപ്പോഴും എഴുകയാണ്, സത്യം പറഞ്ഞാൽ മുട്ടിലഴയാണ് ദേശീയപാതയുടെ കാര്യത്തിൽ. അക്വിസിഷനൊക്കെ പൂർത്തിയാക്കി ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് വേനിയടിക്കുമ്പോൾ വർക്കുകൾ എവിടെ എത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ മലബാറിൽ ചില ഏരിയയിൽ മാത്രമാണ് വർക്ക് പൂർത്തിയായിട്ടുള്ളത്. അതേസമയത്ത് കാസർഗോഡ് നിന്ന് കോഴിക്കോട് വരെയുള്ള വികസനം ഒന്നും കാര്യം നടന്നിട്ടില്ല. തെക്കൻ ഭാഗങ്ങളിലേക്ക് ഒന്നും നടന്നിട്ടില്ല. ദേശീയപാത പോലും ഇഴഞ്ഞഴഞ്ഞ് നീങ്ങുകയാണ്. പിന്നെ എന്ത് വികസനം എന്നാ പറയുന്നത്? ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം പിന്നെ വിദ്യാഭ്യാസ ആരോഗ്യം പൂർണ്ണമായിട്ട് തുറന്നു കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖല നാഥനില്ല കളിയായിട്ട് മാറി. അത് ഉന്നത വിദ്യാഭ്യാസമാണെങ്കിലും പൊതുവിദ്യാഭ്യാസമാണെങ്കിലും. ആരോഗ്യരംഗം മഹാമാരികൾ കേരളത്തിനെ കീഴടക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ്. പറഞ്ഞ പോലെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. പിന്നെ എന്ത് മെയിനിയാണ് നടിക്കുന്നവർ? അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ല, ഇപ്പോൾ ഈ തുടങ്ങുന്ന ഈ വാർഡ് തലത്തിലുള്ള പ്രചരണത്തിൽ അത് ഈ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും വിശദമാക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് ഈ തലസ്ഥാനത്ത് ഞങ്ങൾ നടത്തുന്നത്. ഓക്കെ, അതുപോലെ കൊല്ലത്ത് നടത്തി കഴിഞ്ഞു. ശ്രീ പ്രേമേന്ദ്രൻ MP-യുടെ നേതൃത്വത്തിൽ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് സംസ്ഥാന ഒട്ടുക്ക് ഇത്തരം അതെ, അതാത് പ്രദേശങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ മറ്റേ അസംബ്ലി പോലെ മറ്റേ കേന്ദ്രീകരിച്ചിട്ടുള്ള വികേന്ദ്രീകരിച്ചിട്ടുള്ള ഇലക്ഷൻ അല്ലേ. അപ്പോൾ അത് അനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുക. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഈ വരുന്ന ദിവസങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തീർച്ചയായിട്ടും കേരളം ഏതാണ്ട് നീങ്ങി കഴിഞ്ഞല്ലോ. ഇനി പ്രഖ്യാപനം മാത്രമേ വരാൻ ബാക്കിയുള്ളൂ. ഓക്കെ, ഒറ്റ കാര്യം കൂടി, ഈ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇത്തവണ അത് പിടിച്ചെടുക്കണമെന്ന് അല്ലെങ്കിൽ തിരിച്ചു വരണമെന്നുള്ളത് തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ ഒരു തിരുവനന്തപുരം നഗരസഭയിലെ ഒരു സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയമൊക്കെ? ഞാൻ പറഞ്ഞല്ലോ, ശ്രീ ശബരിനാഥിനെ പോലുള്ളവരും ഉണ്ട്, സീനിയർ ആയിട്ടുള്ള ജോൺസൺ ജോസഫിനെ പോലുള്ളവരുണ്ട്. അപ്പോൾ എല്ലാ കാറ്റഗറിയിൽ പെട്ടവരും ഉണ്ട്. തീർച്ചയായും നന്ദി ശ്രീ കെ മുരളീധരൻ. എന്തായാലും വലിയൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. തിരുവനന്തപുരം നഗരസഭ അടക്കമുള്ള ഇടങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തിയുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങളടക്കം തുടക്കം കുറിക്കാൻ പോകുന്നു.